ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ആമസോണിൽ ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു 2 to 3 days ഉള്ളൂ. അപ്പോൾ ആമസോണിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് നോക്കാം. നല്ലൊരു റയർ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പീക്കോക്കിൻ്റെ ഒരു ഷെയ്ഡ് പോലെയൊക്കെ, ഏകദേശം ഒരു ഡബിൾ ഷെയ്ഡ് പോലെയൊക്കെ ഫീൽ ചെയ്യും എനിക്ക് നേരിട്ടിട്ട്. പക്ഷേ ക്യാമറയിൽ അങ്ങനെ ആയിരിക്കില്ല, കാരണം മെറ്റീരിയൽ സിൽക്ക് അല്ലല്ലോ. സിൽക്കാണെങ്കിൽ ആ ഒരു തിളക്കമൊക്കെ കാണുമ്പോൾ 2 ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ മെറ്റീരിയൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ ബ്രാൻഡ് തന്നെ പേര് കേട്ടാൽ മതി, ലിബാസ് ബ്രാൻഡാണ്. 2 പീസിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇതിൽ യോക്കിൽ വന്നിരിക്കുന്ന വർക്ക് എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3/4 സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിൽ എൻഡിൽ ചെറുതായിട്ട് ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ആർഭാടമില്ല, സിമ്പിൾ, ഉടുക്കാൻ കംഫർട്ടാണ്. പിന്നെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടില്ലേ, ഈ ഒരു സൈഡിൽ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. വൺ സൈഡ് അതും ടോപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പാൻറ്റ് ഉണ്ട്, 2 പീസാണല്ലോ. പാൻറ്റിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ്. അപ്പോൾ ഇവിടെ ഒരു പോക്കറ്റ്, ഇവിടെ ഒരു പോക്കറ്റ്, അങ്ങനെ 2 പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലിബാസ് ബ്രാൻഡാണ്, അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഒരു കുർത്തി സെറ്റാണ് ഇത് വരുന്നത് കേട്ടോ. 2 പീസിൻ്റെ ഇതിൽ വേറെ കളർ ചേഞ്ച് ഒന്നും ഇല്ല. ഈ ഒരു കളർ മാത്രമുള്ളൂ. ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇത് ലാർജാണ് സൈസ്. ഞാൻ റീസണബിൾ റേറ്റിനാണ് മേടിച്ചത്. 1000-ൻ്റെ മുകളിലേക്കൊന്നും ഞാൻ മേടിക്കാനായിട്ട് വഴിയേ ഇല്ല. ഒക്കെ 1000-ൻ്റെ താഴെയുള്ള റേഞ്ചിനാണ് മേടിക്കാൻ. അപ്പോൾ എന്നാൽ നമുക്ക് എഫോർട്ടിനും ബ്രാൻഡഡും കിട്ടണമല്ലോ, ആ രീതിയിലാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഫുൾ കളക്ഷൻസ് പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഇത് തന്നെയാണ്. ഇനി ഇതിലൊരു ഹൈലൈറ്റും കൂടി ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു ദാമൻ്റെ പോർഷനില്ലേ, അവിടെ ചെറുതായിട്ട് ഇങ്ങനെ സ്വീക്വൻസ് വർക്കിൻ്റെയും എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് മെറ്റീരിയൽ വൈസ് സൂപ്പറാണ് കേട്ടോ. ഇത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പ്യുവർ കോട്ടൺ അല്ല, പക്ഷേ കോട്ടൺ മിക്സ് ആണ്. പക്ഷെ അതിലും നല്ല കംഫർട്ടായിട്ടുള്ള, എന്തായാലും ഓവറോൾ എനിക്ക് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇത് ആസ് ഇറ്റ് ഈസ് ഇങ്ങനെ തന്നെ വേറെ ചെയ്യണം. ഇപ്പം ഇനിയിപ്പോൾ ലൂസാന്ന് പറഞ്ഞിട്ട് ഇത് ഷേപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം വൺ സൈഡ് പോക്കറ്റ് ആയതുകൊണ്ട് ഒരു സൈഡ് എന്തായാലും ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഉടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഉടുക്കേണ്ടി വരും. പിന്നെ ചെറുതായിട്ട് വേണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് പിടിക്കാമെന്ന് മാത്രമേ. അടിപൊളിയാണ്. തവൻഷിയ ബ്രാൻഡിൻ്റെ കോട്ടൻ്റെ നല്ല കുർത്തി സെറ്റാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷയില്ല എനിക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഇത്രയും നല്ല ക്വാളിറ്റിയിലും ഇത്രയും നല്ല പ്രിൻറ്റിൽ കിട്ടും എന്നുള്ളത്. ഫോട്ടോ കാണുമ്പോൾ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. പക്ഷെ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ട്രൈ ചെയ്യാനുള്ള റീസൺ വേറെ ഒന്നുമല്ല, 399 ഒരു കുർത്തി ഇങ്ങനെ കണ്ടപ്പോൾ, പിന്നെ കളർ വൈസും ഒക്കെ കണ്ടപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതും കോളർ സ്റ്റൈലിലുള്ള ഒരു നെക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ലൈറ്റ് വെയ്റ്റിൽ പ്യുവർ ക്വാളിറ്റിയിൽ കോട്ടണിൽ വരുന്ന ഒരു സിംഗിൾ കുർത്തിയാണ്. 399 റേറ്റിലാണ് ഞാൻ മേടിച്ചത്. സെയിലുള്ള സമയത്ത് റേറ്റ് കുറയാനും ചാൻസ് ഉണ്ട്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓൺലൈനിൽ അപ്പ് ആൻഡ് ഡൗൺ എപ്പോഴും ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു കോളർ നെക്കാണ് വരുന്നത്. കോളർ നെക്ക് പക്ഷേ കുറച്ച് ഡീപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു ഉള്ളിൽ സ്പെഗറ്റീവ് ബ്ലാക്ക് കളറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഹൈഡ് ചെയ്ത് പൊക്കോളും. പക്ഷേ മെറ്റീരിയൽ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു ഫ്ലീറ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച്. അത് ഒരു ടമ്മിയൊക്കെ ഹൈഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പ്രിൻറ്റ്, ചെറിയ ചെറിയ ഡോട്ട്സ്, ലൈറ്റ് വെയിറ്റ് ആണ്. സ്പെഗറ്റീവ് ഇടേണ്ട നീളടിക്കലൊന്നും ഇല്ല കേട്ടോ. 3/4 സ്ലീവ് വരുന്നത്. ഓവറോൾ ഞാൻ ഹാപ്പിയാണ്. ഈ 3 പീസ് സെറ്റിൻ്റെ റേറ്റ് വെറും 720 റുപ്പീസ്. കലോസിയ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. കലോസിയ ബ്രാൻഡിൻ്റെ ഒക്കെ നമ്മൾ കൂടുതൽ കോട്ടണിലൊക്കെ നല്ല ട്രൈ ചെയ്തു. അതുപോലെ തന്നെ വിസ്കോസിലും നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, കോൺട്രാസ്റ്റിലൊക്കെ. അവരുടെ കളക്ഷൻസ് ഓൾറെഡി നല്ല കളക്ഷൻസാണ്. അതിൽ പെട്ടൊരു കളക്ഷനാണ് ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. കലോസിയ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ സെറ്റ്. എപ്പോഴും ഈ മറൂൺ ഗ്രീൻ അതുമൊക്കെ പിടിക്കില്ല, അതൊന്നും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കളറ്. അങ്ങനെ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നമ്മളിത് പിക്ക് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇതിൽ 3 ഷെയ്ഡ്സ് ഉള്ളൂ. ആകെ മറൂൺ ഉണ്ട്, പിന്നെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട്, പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ 3 പീസിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഓവറോൾ ഒരു ബ്ലൂ ഷെയ്ഡിൽ ഫുൾ സെറിയുടെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് പോർഷൻ നെക്കിൽ വന്നിരിക്കുന്നത് വി നെക്ക്, അതിലും നന്നായിട്ട് വർക്ക് കയറിയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ലേസിൻ്റെ വർക്ക് പോലെയൊക്കെ, എംബ്രോയ്ഡറി, ജെറി, അങ്ങനത്തെ വർക്കൊക്കെയാണ് മെയിനായിട്ട് കയറിയിരിക്കുന്നത്. പിന്നെ 3/4 സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും സെയിം ആ ഒരു നെക്കിലത്തെ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആണ്. അതിൻ്റെ എൻഡിൽ ചെറുതായിട്ടൊരു ലേസിൻ്റെ, ഈ കൈമലത്തെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് തന്നെയാണ് പാൻറ്റ് മിലിക്കും കൊടുത്തിരിക്കുന്നത്. വിസ്കോസ് മെറ്റീരിയലാണ്, നല്ല എന്താ പറയുക, സോഫ്റ്റാണ്, കംഫർട്ടബിളാണ്. വിസ്കോസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ്, കംഫർട്ടബിൾ, അയണൊന്നും ചെയ്യേണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഈ ഒരു ദുപ്പട്ട, ഓർഗൻസ ദുപ്പട്ട, ഓർഗൻസ അല്ല കേട്ടോ, വിസ്കോസ് ദുപ്പട്ട, വിസ്കോസ് സോഫ്റ്റ് വിസ്കോസ് ദുപ്പട്ട. അതിൽ ഓവറോൾ ഇങ്ങനെ ഒരു ചെറിയ വർക്ക്, ഇങ്ങനെ സ്കാലപ്പൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ദുപ്പട്ട
വർക്ക്. ഇതിൽ 3 ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ ഒരു മറൂൺ, പിന്നെ ഒരു ഷെയ്ഡ്, പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡും കൂടി. അപ്പോൾ കലോസിയ ബ്രാൻഡിൻ്റെ ലാർജ് സൈസാണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. നൈസ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ കളക്ഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ കളർ കോമ്പിനേഷനും അതുപോലെ തുണിയുടെ ക്വാളിറ്റി ആയാലും. സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയലാണ് വരുന്നത്. ഇനി ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് A-ലൈൻ സ്റ്റൈലിലാണ് വരുന്നത്. A-ലൈൻ സ്റ്റൈലിൽ അതുപോലെ യോക്കിൻ്റെ പോർഷൻ നോക്കുക, നല്ലൊരു ഹെവി വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ടെസൽസും കൊടുത്തിട്ടുണ്ട്. ടെസൽസും നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ടെസലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വർക്ക് മാത്രമുള്ള കേട്ടോ. ബാക്കി ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആണ് വരുന്നത്. A-ലൈൻ സ്റ്റൈലിൽ മെറ്റീരിയൽ അടിപൊളിയാണ്. അതുപോലെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. കാരണം ബേജ് മെറ്റീരിയലാണ്. അപ്പോൾ ലൈനിങ് എന്തായാലും കൈക്ക് ലൈനിങ് ഇല്ല, ടോപ്പ് പോർഷനിൽ ലൈനിങ് വരുന്നുണ്ട്. പിന്നെ 3/4 ആണ് സ്ലീവ്. എൻ്റെ പോർഷനിൽ ചെറുതായിട്ടൊരു പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പാൻറ്റ് ഒരു സിമ്പിളായിട്ട് സെയിം ആ ഒരു കളറിൽ തന്നെയാണ് വരുന്നത്, സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ദുപ്പട്ട. എന്ത് പ്രിറ്റിയാണ് നോക്ക് കളർ. എനിക്ക് സാധാരണ ഇതിൽ എല്ലാം ഞാൻ കൂടുതലും മറൂണാണ് പ്രിഫർ ചെയ്യുക. പക്ഷേ ഗ്രീൻ എടുത്ത് നോക്കിയപ്പോൾ ഗ്രീനും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നുവെച്ചാൽ ഇതിലൊരു 4 ഷെയ്ഡ് ഉണ്ട്. ഐ വിഷ് എല്ലാ കളറിൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ. അത്രയും നല്ല എന്താ പറയുക, കളർ കോമ്പിനേഷൻ ആയാലും നമ്മുടെ ഫേസിനായാലും നല്ലൊരു ബ്രൈറ്റ്നസ് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ദുപ്പട്ടയാണ് എനിക്ക് മെയിനായിട്ട് ഒന്നുകൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. ഇനി ഇത് ലിങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ ചാർട്ട് കിട്ടും. ആ കളർ ചാർട്ട് എന്ന് പറയുമ്പോൾ ഇത് ഗ്രീൻ ആണെങ്കിൽ അതിൽ മറൂൺ അല്ലെങ്കിൽ വേറെ കളറാണെങ്കിൽ അങ്ങനെ ബേസ് വരുന്നത് ബേജ് ആയിരിക്കും. ബാക്കി 2 കളർ ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഒരു ഫെസ്റ്റിവലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ. ലാർജാണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. നെക്സ ബ്രാൻഡിൻ്റെ റീസണബിൾ റേറ്റിനും കിട്ടും ഈ ഒരു ബ്രാൻഡ്. ഇതൊരു വെസ്റ്റേൺ ഒരു ടോപ്പ് മാത്രമാണ് കേട്ടോ. നമ്മൾ വെസ്റ്റേൺ സ്റ്റൈലിൽ യൂസ് ചെയ്യാൻ പറ്റിയത്. ഇതിലിപ്പോൾ ലെഗിൻസ് ഇടുന്നവരുണ്ട്, ലെഗിൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇടാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ജീൻസിൻ്റെ മെറ്റീരിയലാണ്. ജീൻസ് എന്ന് പറയുമ്പോൾ എവർഗ്രീൻ ആണ്. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് മരണം വരെ കേൾക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു ഡെനിം മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിൽ കുറേ ഷെയ്ഡ്സ് ഉണ്ട്, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഡാർക്ക്, ലൈറ്റ്, ബ്ലാക്ക്, അങ്ങനെ പല കളറുകൾ വന്നു തുടങ്ങി. ഫസ്റ്റത്തെ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൂ മാത്രമേ കൂടുതൽ വന്നിരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ഡെനിമിൻ്റെ ഒരു ടോപ്പാണ്, ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഈ ഒരു കാണുന്ന ഫങ്ഷനബിൾ, ഈ ഒരു കാണുന്നത് മൊത്തം ബട്ടൺസ് ഫങ്ഷനബിൾ ആണ്. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഹാഷസ് സ്ട്രഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ആസ് ഇറ്റ് ഇസ് ഇങ്ങനെ ഒരു ഉടുപ്പായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ വന്ന ബെൽറ്റ് എന്ന് പറയുമ്പോൾ വേറെ ബെൽറ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കയ്യിലുള്ള ബെൽറ്റ് വെച്ചിട്ട് ഈ ബെൽറ്റ് നിങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുത് കേട്ടോ. പിന്നെ ഇത് സൈഡിലിങ്ങനെ നമുക്ക് 3/4 സ്ലീവിൽ ബട്ടൺസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അഫ്കോഴ്സ് നല്ല മെറ്റീരിയലാണ്. ഡെനിം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ബ്രാൻഡ് കേട്ടാലും ഞെട്ടും. ഫാബ് സ്ട്രീറ്റ് ബ്രാൻഡിൽ നിന്നാണ്. ഫാബ് സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം തന്നെ വെസ്റ്റേൺ വെയറിൽ നല്ല കളക്ഷൻസും ഉണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്, അതേപോലെ റേറ്റും ഉണ്ട് കേട്ടോ. ഇട്ട ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. അതാണ് ഫാബ് സ്ട്രീറ്റ് ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ. ഈ സൈസ് ഞാൻ ഒരു സൈസ് എപ്പോഴും പ്രിഫർ ചെയ്യാറ്. കാരണം ഡെനിമാണ് സംഭവം, സ്ട്രെച്ചബിളൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് കുറച്ചിങ്ങനെ ലൂസ് ഫിറ്റ് ഇടാനാണ് താല്പര്യം. അപ്പം ഞാൻ ലാർജാണ് സാധാരണ പ്രിഫർ ചെയ്യാറ്. പക്ഷേ XL ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണിച്ച ഡ്രസ്സുകളെ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ മോഡൽ ഇഷ്ടപ്പെട്ടു, കളർ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിലേക്ക് പോകും. ആമസോണിലേക്ക് പോയാൽ പിന്നെ എന്തുണ്ടാവുക, പിന്നെ ആ നമ്മൾ കാണിച്ചതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറേ സജഷനായിട്ട് വേറെ കളേഴ്സ്, വേറെ ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് സജഷനിൽ ആമസോൺകാർ കൊണ്ടുവന്ന് തരും. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. ഇതന്നെ വേണമെന്നില്ല, അത് വേണമെങ്കിൽ അത് പിക്ക് ചെയ്യാം. എന്തായാലും ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കേണ്ട, മിസ് ചെയ്തത് തന്നെയാണ്. കാരണം ഇതൊരു വലിയ ഗംഭീര നല്ല ഗാഡ്ജറ്റ്സിനൊക്കെ അല്ലേ നല്ല ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. നല്ല ഹൈ റേറ്റിനുള്ളത് ചിലപ്പോൾ 2000, 3000 ഒക്കെ റേറ്റ് കുറവിനാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സെയിൽ മിസ് ചെയ്തത്. കാരണം എന്താണെന്നറിയോ, ഈ സെയിൽ നടക്കുന്നത് ആമസോണിൻ്റെ 10ാമത്തെ ആനിവേഴ്സറി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അടിപൊളി ഓഫർ, എല്ലാ മാസത്തെ ഓഫറും എല്ലാ മാസത്തെ സെയിൽ പോലത്തെ സെയിലല്ല ഈ പ്രാവശ്യത്തെ സെയിൽ. ഇതൊരു 10ാമത്തെ ആനിവേഴ്സറി ഓഫറാണ് നടക്കുന്നത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. Bye.